കുഞ്ചാക്കോവനും സുരാജും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ചിരിച്ച് മാറി. വമ്പ സീനാണ് പടം, വേറെ ലെവൽ കേട്ടാ, ഒരു രക്ഷയില്ല. സിംഹത്തിലേക്ക് ചേർത്ത് വളരെ വിശ്വസനീയമായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ റിസ്ക്കാണ്. അതവർ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല കോമഡിയുള്ള, നല്ല ഫാമിലി ഫ്രണ്ട്ലി പടമാണ്. കോമഡിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പല സീൻസിലും ഒക്കെയും ഒരു ട്രോൾ അവർ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ വർക്കൗട്ട് ആവണം. പക്ഷെ വൺ ടൈം വാച്ച് മൂവി ആൻഡ് നൈസ് മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഗർണ എന്ന് പറയുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എല്ലാ സിനിമകളും നല്ല വമ്പ ഹിറ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷം. ഒരു കാര്യം, നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു അഭിമാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ തിരുവനന്തപുരം മൊത്തമുണ്ട്. അതായത് നമ്മുടെ കാഞ്ഞിരംകുളം സ്ഥലം എന്നുള്ളതുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്, നമ്മളെ കംപ്ലീറ്റ് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മളെ കഴക്കൂട്ടം കാർത്തിക ബാറിൽ കുഞ്ചാക്കോ ഉണ്ടായിരുന്ന അടിക്കുന്ന സീനുണ്ട്, അതുണ്ട്. വമ്പ സീനാണ് പടം, വേറെ ലെവൽ കേട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ കള്ളമല്ല പറയുന്നത്, പടം കണ്ടറിയേണ്ടതന്നെ. പിന്നെ ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകമുണ്ട്, പടം സൂപ്പറാണ്. ഏറ്റവും ലാസ്റ്റ് സൂപ്പറാന്നുള്ളൊരു പാട്ടുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ വേറൊരെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിനിമയിലെ പാട്ടുകൾ ഇപ്പോൾ എല്ലാ പുതിയ സിനിമകളിലും വന്ന് ചേർന്നിട്ടുണ്ട്. രതി പുഷ്പം എന്നുള്ളൊരു പാട്ടും കൂടെ ഉണ്ട്, അത് വമ്പം കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡാൻസ് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്, പാട്ടിട്ടാൽ മാത്രമേ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. രതി പുഷ്പം ആണെങ്കിൽ കളിച്ചു തരാം, ഒരു റൗണ്ട് കൂടെ കളിച്ചു തരാം. പടം അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല പടമാണ്, എല്ലാവരും കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നല്ല കോമഡി പടമാണ്. എല്ലാവർക്കും നന്നായി കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന പടമാണ്. ഭയങ്കര ഒരു കഥ സംഭവമൊന്നുമല്ല, പക്ഷേ എല്ലാവർക്കും എൻജോയ് ചെയ്ത് ഔട്ട് ആൻഡ് ഔട്ട് ചിരിച്ചു പോവാം. അങ്ങനെയുള്ള ഒരു കോമഡിയും ത്രില്ലറും കൂടെയാണ്. പക്ഷേ അത് നമുക്ക് കോമഡിയാണ് കൂടുതൽ വർക്കാവുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ കണ്ട് VFX സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയൺ അടിപൊളി, ലയണായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് CG ചെയ്തായിട്ട് ഫീൽ ചെയ്യത്തേ, സൂപ്പറായിട്ട് ചെയ്തു. അടിപൊളി പടം, എല്ലാവർക്കും കാണാം. ഫൈറ്റിനെ കുറിച്ച് പറയുന്നത് അത് ശരിയാവത്തില്ല. കാരണം എന്താ 10-ൽ ഒരു 8 കൊടുക്കാം തീർച്ചയായും. പെർഫോമൻസ് കുഞ്ചാക്കോവനും സുരാജും തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ചിരിച്ച് മാറി. സൂപ്പർ, ത്രൂ ഔട്ട് കോമഡിയാണ്. നല്ല കോമഡി, നല്ല ഫാമിലി ഫ്രണ്ട്ലി മൂവിയാണ്. നല്ല പടം, നല്ല കോമഡിയുള്ള, നല്ല ഫാമിലി ഫ്രണ്ട്ലി പടമാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടം. അല്ല റിയലിസ്റ്റിക്. ഫുൾ ട്രിവാൻഡ്രമാണ്. കുഴപ്പമില്ല, നല്ല റിയലിസ്റ്റിക് കോമഡി ഉണ്ട്. നല്ല സിനിമ. ത്രൂ ഔട്ട് കോമഡിയാണ്. സിനിമ നല്ല സിനിമയായിരുന്നു. അത് എല്ലാവരും നല്ല പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു സബ്ജക്റ്റ് തിരുവനന്തപുരം സൂവൊക്കെ ചേർത്ത്, സിംഹത്തിലേക്ക് ചേർത്ത് വളരെ വിശ്വസനീയമായിട്ട് ചെയ്ത് കൊണ്ടുവരാൻ റിസ്ക്കാണ്. അതവർ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയത് മറ്റേ സ്റ്റാർട്ടപ്പ് കോമഡിയിലേക്ക് ഒരു പയ്യനുണ്ടായിരുന്നു, അവരതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ കോമഡി, അവൻ്റെ ഭാവം, അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. പല സീനുകളും നമുക്ക് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരവസ്ഥയാണ്.